നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മുഖ്യമന്ത്രിയും പുതിയ അധികാരവും ഒക്കെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഈ കഴിഞ്ഞ 2-3 ദിവസം. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ അറിയാനുള്ള തത്രപ്പാടിലാണ് കേരളത്തിലെ ജനങ്ങളും. എന്നാൽ ഇതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി കഥകളുടെ പല ഫയലുകളും മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് പല ഫയലുകളും കാണാനില്ല എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ ഏതൊക്കെ ഫയലുകളാണ് നഷ്ടപ്പെട്ടത്, അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും മുഖ്യമന്ത്രിയും UDFിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും തർക്കങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ നശിപ്പിക്കുന്നത് ദ്രുതഗതിയിൽ മുന്നേറുന്നു എന്ന് പറയുന്നതിനർത്ഥം അഴിമതികൾ പലതും കുഴിച്ചിടാനുള്ള ശ്രമങ്ങൾ സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 6 മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നാണ് ഫയലുകൾ നീക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഭരണമാറ്റം നടക്കാനിരിക്കെ ധൃതി പിടിച്ചുള്ള ഈ ഫയൽ നശിപ്പിക്കൽ വലിയ രീതിയിൽ സംശയങ്ങൾക്ക് വഴി തുറക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഫയൽ നശിപ്പിക്കാനുള്ള നടപടികൾ ഊർജിതമായിരുന്നു എന്നാണ് സൂചനകൾ. മന്ത്രിമാർ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന പ്രവൃത്തിയാണ് ഇതെന്നുള്ള ആക്ഷേപം ഇതോടുകൂടെ ഉയരുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ ഉടൻ ഇതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ള സൂചനയുള്ള സാഹചര്യത്തിൽ ഇത്തരം ഫയലുകൾ നശിപ്പിക്കപ്പെടേണ്ടുന്നത് ഇനി അങ്ങോട്ടുള്ള നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഓഫീസ് സംവിധാനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കടലാസ് ഫയലുകൾ ഉപയോഗിക്കുന്നത് എന്നതും സംശയകരമായി നിൽക്കുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നപ്പോൾ മുൻ തീയതികളിൽ വച്ച് ഉത്തരവുകൾ ഇറക്കുകയോ വഴിവിട്ട സഹായങ്ങൾ നൽകുകയോ ചെയ്താൽ അവയ്ക്കുള്ള തെളിവുകൾ ഫയൽ നശിപ്പിക്കുന്നതിലൂടെ ഇല്ലാതാകും എന്നുള്ള രീതിയും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഓഫീസ് വഴിയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യവുമല്ല. ഫയലുകൾ നശിപ്പിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന സംശയങ്ങളും നിലവിൽ ഉയരുകയാണ്. ഫയൽ സൂക്ഷിക്കാനുള്ള ചുമതല ചീഫ് സെക്രട്ടറിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കുമാണ് നിലവിലുള്ളത്. അവരുടെ അറിവോടെയാണോ ഈ കൂട്ടത്തോടെയുള്ള ഫയൽ നശിപ്പിക്കൽ നടപടി എന്നതാണ് ഇനി അറിയേണ്ടുന്നത്. എന്തായാലും ഇത്തരം നടപടികൾ അത് കൃത്യമായിട്ടുള്ള ഒരു നേരായ മാർഗത്തിലല്ല എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ ഇതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്തേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത ഒരു IASകാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം നടപടി അടക്കം ഉണ്ടായിട്ടുള്ള N പ്രശാന്ത് ആണ് അത്തരത്തിൽ ഈ നീക്കത്തിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന് ആരോപിച്ച രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ട്വിറ്ററിൽ പങ്കുവെച്ച കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നീക്കത്തിലെ ദുരൂഹതകൾ തുറന്നു കാട്ടിയിരിക്കുന്നത്. നിലവിലത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് അഴിമതി മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിമാരോ മാറിയാലും സർക്കാർ ഫയലുകളുടെ സത്യസന്ധത മാറാൻ പാടില്ലെന്നാണ് പ്രശാന്ത് പറയുന്നത്. ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ഫയലുകളിലൂടെയാണ്. ഒരു സർക്കാർ തീരുമാനം രൂപപ്പെട്ട രീതി, ധനകാര്യ നിയമ വകുപ്പുകളുടെ അഭിപ്രായം, ആരാണ് എതിർത്തത്, ആരാണ് അനുമതി നൽകിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചരിത്രമാണ് ഓരോ ഫയലുകളും. ഇവ നിശബ്ദമായി അപ്രത്യക്ഷമാക്കുന്നത് ഭരണ തുടർച്ചയെ സുതാര്യതയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: സർക്കാർ മാറുമ്പോൾ മന്ത്രിമാരും മാറും, ചീഫ് സെക്രട്ടറിമാർ മാറും, രാഷ്ട്രീയ ബോർഡുകളും മാറും. പക്ഷെ ഒരു കാര്യം മാറാൻ പാടില്ലാത്തതാണ്: സർക്കാർ ഫയലുകളുടെ സമഗ്രത, സത്യസന്ധത. ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രസംഗങ്ങളിലൂടെയല്ല, ഫയലുകളിലൂടെയാണ്. സർക്കാർ തീരുമാനം എന്നത് ഒരു പത്രസമ്മേളനമല്ല, പ്രസ്താവനയല്ല, അതൊരു ഫയൽ യാത്രയാണ്. ഒരു പ്രപ്പോസൽ എങ്ങനെ രൂപപ്പെട്ടു, ആരൊക്കെ പരിശോധിച്ചു, ഫൈനാൻസ് എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ ലോ എന്ത് പറഞ്ഞു, ആരാണ് എതിർത്തത്, ആരാണ് ബൈപ്പാസ് ചെയ്തത്, ആരാണ് അവസാന അനുമതി നൽകിയത്, ഇതെല്ലാം രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചരിത്രമാണ് സർക്കാർ ഫയലുകൾ. അതുകൊണ്ട് റൂൾസ് ഓഫ് ബിസിനസ്സും സെക്രട്ടേറിയറ്റ് മാനുവലും ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടതാണ്. കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്:
ഓരോ ഫയലിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതൊരു കത്ത് വരുന്നതോടെ തുടങ്ങുന്നതാണ്. ഡയറി നമ്പർ ലഭിക്കുന്നു, സെക്ഷൻസ് പ്രോസസ് ചെയ്യപ്പെടുന്നു, നോട്ട്സ് തയ്യാറാക്കുന്നു. കറണ്ട് ഫയല്, നോട്ട് ഫയല്, ഫെയർ കോപ്പി, ഡ്രാഫ്റ്റ്, റെഫറൻസ്, ലിങ്ക്ഡ് ഫയൽസ്, സർക്കുലേഷൻസ് എല്ലാ പ്രൊസീജിയേഴ്സും അനുസരിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ഫയൽ ഡിസ്പോസൽ പോലും ഒരു പ്രൊസീജിയറാണ്. ഇവിടെയാണ് പൊതുജനങ്ങൾ കൂടുതലായി മനസ്സിലാക്കാത്ത ഒരു നിർണായക കാര്യമുള്ളത്. സർക്കാർ ഫയൽ ക്ലോസ് ചെയ്യാം, പക്ഷേ ഡിസപ്പിയർ ചെയ്യാൻ പാടില്ല. കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ പ്രകാരം ഡിസ്പോസൽ എന്നത് ഡിസ്ട്രക്ഷൻ അല്ല. ആദ്യം ഫയൽ ക്ലോസ്ഡ് കാറ്റഗറിയിലേക്ക് പോകും, പിന്നീട് റെക്കോർഡ്സ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. റെക്കോർഡ് റിട്ടൻഷൻ ഷെഡ്യൂൾഡ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തും. പെർമനന്റ് റെക്കോർഡ്സ്, ലോങ് റിട്ടൻഷൻസ്, ഷോർട്ട് റിട്ടൻഷൻസ്, അതുപോലെ തന്നെ എഫ്യൂറമൽ റെക്കോർഡ്സ്, റൂട്ടൈൻ കറസ്പോണ്ടൻസ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ്, പോളിസി ഫയൽസ്, ഫിനാൻസ് റിലേറ്റഡ് ഫയൽസ്, കോർട്ട് റിലേറ്റഡ് ഫയൽസ്, ഓഡിറ്റ് റിലേറ്റഡ് ഫയൽസ് തുടങ്ങിയ നിരവധി ഫയലുകളുണ്ട്. അതിനുശേഷം മാത്രമാണ് വീഡിംഗ് അഥവാ റിസ്ട്രിക്ഷൻസ് എന്ന വിഷയം വരുന്നത്. അതിനും ശേഷം സ്ട്രിക്റ്റ് പ്രൊസീജിയർ ഉണ്ട്. കേരളം ഡിസ്ട്രക്ഷൻസ് ഓഫ് റെക്കോർഡ്സ് ആക്ട് 1961 അതിൻ്റെ റൂൾസും സെക്രട്ടേറിയറ്റ് മാനുവലും ചേർന്ന് പറയുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ആദ്യം റിട്ടൻഷൻസ് പീരീഡ് തീർന്നിരിക്കണം. രണ്ടാമത് റെക്കോർഡ്സ് പരിശോധിച്ച് റിസ്ട്രിക്ഷൻസ് എലിജിബിൾ ആണോ എന്ന് കമ്മിറ്റ്മെന്റ് അതോറിറ്റി സർട്ടിഫൈ ചെയ്യണം. മൂന്നാമത് റിസ്ട്രിക്ഷൻസ് ലിസ്റ്റ് തയ്യാറാക്കണം. നാലാമത് ഓതറൈസ്ഡ് ഓഫീസറിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ റിസ്ട്രിക്ഷൻസ് നൽകാവൂ. അഞ്ചാമത് ഡിസ്ട്രോയിഡ് റെക്കോർഡ്സിന്റെ രജിസ്ട്രേഷൻ സ്ഥിരമായി സൂക്ഷിക്കണം. അതായത് സർക്കാർ രേഖകൾ നശിപ്പിക്കാം, പക്ഷേ നിശബ്ദമായി അപ്രത്യക്ഷമാക്കാൻ പാടില്ല. ഈ ഡിസ്റ്റിങ്ഷൻ അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ഒരു സർക്കാർ മാറുന്നതിന് മുൻപ് പെട്ടെന്ന് ഫയൽ കാണാതാകുന്നത്, നോട്ട് ഷീറ്റ് അൺഅവൈലബിൾ ആകുന്നത്, ഈ ഓഫീസ് ഹിസ്റ്ററി മിസ്സിംഗ് ആകുന്നത്, ഓൾഡ് ഇമെയിൽസ് ഇൻആക്സസിബിൾ ആകുന്നത്, ഇവ സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ അല്ല. കാരണം മാനുവൽ മുഴുവൻ ഒരു ഫിലോസഫിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ഗവേൺസ് സെക്രട്ടേറിയറ്റ് എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ല, അത് സ്റ്റേറ്റ് മെഷീനറി ആണ്. പ്രസ് എൻറ്റർ ഓക്കെ ഓർ അല്ലെങ്കിൽ ക്ലിക്ക് ടു വ്യൂ ഇമേജ് ഇൻ ഫുൾ സൈസ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിയുടെ ടെൻഡർ അവസാനിച്ചാലും ഫയൽ ഹിസ്റ്ററി തുടരണം. നത്തിങ് ഹിസ്റ്ററി പ്രിസർവ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂവ്മെന്റ് രജിസ്റ്റർ ഇൻടാക്റ്റ് ആയിരിക്കണം. ഡിജിറ്റൽ ലോഗ്സ് അവൈലബിൾ ആയിരിക്കണം. ഇവയെല്ലാം പിന്നീട് ഓഡിറ്റ്, വിജിലൻസ്, CAG, കോർട്ട്, RTI, ലെജിസ്ലേറ്റീവ് കമ്മിറ്റി, ലോകായുക്ത എന്നിവയ്ക്കുള്ള അടിസ്ഥാന തെളിവുകളാണ്. കേരള സെക്രട്ടേറിയറ്റ് മാനുവലിൽ ഫയൽ മൂവ്മെന്റ് ഇറ്റ്സെൽഫ് ഒരു കൺട്രോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് ആണ്. ആരാണ് ഫയൽ കൈകാര്യം ചെയ്ത് ഏത് രീതിയിൽ മൂവ് ചെയ്ത് ആരുടെ കസ്റ്റഡിയിലായിരുന്നു ഈ ഒരു ഫയൽ ഉണ്ടായിരുന്നത്, എപ്പോഴാണ് റിട്ടേൺ ചെയ്തത്, എല്ലാം ട്രാക്കബിൾ ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അൺഡിലേഡ് പ്രിൻസിപ്പൽ എന്നും ഇതിനെ പറയാം. ഇന്നത്തെ ഈ ഓഫീസ് എൻവറോൺമെന്റിൽ ഇത് കൂടുതൽ ഗുരുതരമാണ്. കാരണം പഴയകാലത്ത് ഫയൽ ഫിസിക്കലി കീറേണ്ടി വരുമായിരുന്നു. ഇന്ന് ഒരു ബാക്ക് എൻഡ് ഡിലീറ്റേഷൻ മാത്രം മതി, ഒരു മെറ്റാഡാറ്റ വൈപ്പ് മതി, ഒരു അഡ്മിൻ പ്രിവിലേജ് മിസ്യൂസ് മതി. നിലവിലത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക മുൻപും അഡ്മിൻ പ്രിവിലേജ് ദുരുപയോഗം ചെയ്തതായിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അഴിമതി മറച്ചുവെക്കാൻ മറ്റുദ്യോഗസ്ഥരുടെ ഇൻബോക്സ് കയറിയതിന്റെ പരാതി നിലവിലുണ്ട്. അതിൽ ഇപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യമാണ്. ഓർക്കുക, ഡിജിറ്റൽ ഗവേൺസിൽ മെറ്റാഡാറ്റ പോലും പബ്ലിക് റെക്കോർഡാണ് എന്നുള്ളത്. ഫയൽ ആരാണ് ഓപ്പൺ ചെയ്തത്, ആരാണ് ഡിലീറ്റ് ചെയ്തത്, ആരാണ് അപ്രൂവൽ ചേഞ്ച് ചെയ്തത്, ആരാണ് റിമാർക്ക് ഡിലീറ്റ് ചെയ്തത്, ആരാണ് ടൈം സ്റ്റാമ്പ് മോഡിഫൈ ചെയ്തത്, ആരാണ് ബാക്ക് എൻഡ് ആക്സസ് ഉപയോഗിച്ചത്, ഇവയെല്ലാം ഭരണത്തിന്റെ ഇലക്ട്രോണിക് ഫിംഗർ പ്രിന്റ്സ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇതിനാലാണ്
ട്രാൻസിഷൻ പീരീഡിലുള്ള ഡിജിറ്റൽ റെക്കോർഡ് മാനേജ്മെന്റ് അതീവ സെൻസിറ്റീവ് ആകുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഗവൺമെന്റ് മെമ്മറി ഇല്ലാതാക്കുമ്പോൾ ഗവേൺസ് തന്നെ കൊളാപ്സ് ചെയ്യപ്പെടും. ഒരു ഓഫീസർ പോകും, മറ്റൊരാൾ വരും. ഒരു മിനിസ്റ്റർ പോകും, മറ്റൊരാൾ വരും. ഒരു ഗവൺമെന്റ് പോകും, മറ്റൊരാൾ വരും. പക്ഷേ ട്രയൽ തുടരണം. അതില്ല എങ്കിൽ കറപ്ഷൻ ഡിറ്റക്ട് ചെയ്യാനാകില്ല, പോളിസി മിസ്റ്റേക്കുകൾ പഠിക്കാനാകില്ല, ഓഡിറ്റ് മീനിങ് ഫുൾ ആകില്ല, RTI ശക്തിഹീനമായിട്ട് മാറും, കോർട്ട് ഹെൽപ്ലെസ് ആകും, ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിൽ റെക്കോർഡ് റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും ചർച്ച വെറും പഴയ പേപ്പർ കത്തിക്കൽ സംബന്ധിച്ചുള്ള വിഷയമായിട്ട് മാറ്റരുത്. ഇത് ജനാധിപത്യത്തിന്റെ ഓർമ്മ സംരക്ഷിക്കണോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാന ചോദ്യമാണ് ഊന്നി നൽകുന്നത്. ഒരു ഭരണകൂടം എത്ര വികസനം നടത്തി എന്നതിനേക്കാൾ പ്രധാനം അതിൻ്റെ രേഖകൾ എത്ര സുതാര്യമായി അവശേഷിപ്പിച്ചു എന്നതാണ്. കാരണം ഫയലുകൾ ബാക്കി നിൽക്കുന്നിടത്തോളം സത്യം ഒരു ദിവസം പുറത്തു വരാനുള്ള സാധ്യത ജീവിച്ചിരിക്കുന്നു. സത്യം പുറത്തറിയരുത് എന്ന് രാഷ്ട്രീയ മേലാളന്മാരെക്കാളും താല്പര്യം ഉദ്യോഗസ്ഥ തലത്തിലാണ് എന്നുള്ളത് ക്രിമിനലുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും നടന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നിസാരമായിട്ടുള്ള വിഷയമല്ല. അത് ഈ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള അഴിമതികളുടെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് എന്നാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ധൈര്യത്തോടെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്.